ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നൂഡിൽസ് കൊണ്ട് ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കണ്ട, ഇത് വാജി ഉണ്ടാക്കാൻ പുറപ്പെട്ടപ്പോൾ ഞാൻ തട്ടിക്കൂട്ടിയെടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് മിസ്റ്റേക്സൊക്കെ ഉണ്ടാവും കേട്ടോ ഇതിൽ. അപ്പോൾ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പോൾ കാണിച്ചത്. തക്കാളി, ക്യാബേജ്, വെല്ലുള്ളി, പച്ചമുളക്, പിന്നെ ക്യാപ്സിക്കം, കറിവേപ്പില, മല്ലിച്ചപ്പ്, അങ്ങനെ ഇതുപോലുള്ള സാധനങ്ങളൊക്കെയാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ ഒരു കോഴിമുട്ട പൊട്ടിച്ച് പാരുക ഒരു പാത്രത്തിലേക്ക്. അതിനുശേഷം അതിലേക്ക് ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ അല്ലേ, അതെല്ലാം കൂടി ഇതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ഇതുണ്ടാക്കാൻ മെയിനായിട്ട് വേണ്ടിയ സാധനമാണ് ന്യൂഡിൽസ്. അപ്പോൾ ന്യൂഡിൽസ് വേവിച്ചിട്ട് മാറ്റി വെക്കുക. വേവിച്ചതിന് ശേഷം ഈ ഇട്ട് വെച്ച മിക്സിലേക്ക് ആ ന്യൂഡിൽസും കൂടി വേവിച്ചത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് യോജിപ്പിക്കുക. എന്നതിന് ശേഷം നമ്മളിത് പൊരിക്കാനായിട്ട് ഏത് പാത്രമാണോ വെക്കുന്നത് ആ ഒരു പാത്രമല്ല കേട്ടോ, പാൻ എടുത്തിട്ട് ഗ്യാസ്മേൽ വെക്കുക. നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് വേണ്ടത്ര കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ശേഷം ഇത് നന്നായി ചൂടായി വന്നതിന് ശേഷം ഇതുപോലെ കുറച്ച് സ്പൂണിലെടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ചെറുതായി മൂത്ത് വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അധികം മൂത്ത് പോകാതെ ശ്രദ്ധിക്കണം, കാരണം ന്യൂഡിൽസ് ഉറപ്പ് വെച്ചു പോവും. അപ്പോൾ കുറച്ചൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ ഇത് തിരിച്ചിട്ടതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക. പക്ഷേ ഓവറായിട്ട് മുറിയാതെ നിൽക്കരുത്, കാരണം ഇത് വിട്ടുപോകും. ഈ കോഴിമുട്ട ഇട്ടത് കൊണ്ടാണ് ഇതുപോലെ ഇങ്ങനെ മുറിയാൻ വേണ്ടിയിട്ട്, അതുമല്ല വിട്ടുപോവാതെ നിൽക്കുന്നത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോന്നും കോരി മാറ്റാം. അപ്പോൾ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ട്രിപ്പും കൂടി ഇടാനിട്ട് കേട്ടോ, അതുകൂടി കുറിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണ്, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു, ബൈ.